നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഡീൽ ആരോപണത്തിൽ ഏറ്റുമുട്ടി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. 2016 നിയമം തെരഞ്ഞെടുപ്പ് ഓർമ്മപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. അതേസമയം ഇത്തവണയും പല മണ്ഡലങ്ങളിലും ഡീലെന്ന ആരോപണം പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു. പാലക്കാട് ഉൾപ്പെടെ തൃശൂർ മോഡൽ കൂട്ടുകെട്ടെന്ന ആരോപണം മുസ്ലിം ലീഗും കടുപ്പിച്ചു. നിർണായക നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങളുടെ ദൂരം മാത്രമുള്ളപ്പോൾ ഡീൽ ആരോപണത്തിൽ തിളച്ചുമറിയുകയാണ് സംസ്ഥാന രാഷ്ട്രീയം. പാലക്കാടടക്കമുള്ള മണ്ഡലങ്ങളിൽ CPIM BJP ഡീലെന്ന ആരോപണത്തിന് ഇന്ന് മുഖ്യമന്ത്രി തന്നെ പ്രതിരോധം തീർത്തു. 2016 BJP അക്കൗണ്ട് തുറന്ന നിയമം എടുത്തു പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമം സീറ്റില് കോൺഗ്രസിന്റെ വോട്ടിനെന്ന് സംഭവിച്ചു. വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചും പിണറായിയുടെ കുറ്റപ്പെടുത്തൽ. എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അവസ്ഥ? എന്താണ് BJPയോട് അവർ സ്വീകരിക്കുന്ന നില? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് BJPയുടെ B ടീമായി മാറുന്നത്? മുഖ്യമന്ത്രിക്ക് ഉടനടി മറുപടിയുമായെത്തിയ പ്രതിപക്ഷ നേതാവ് ഡീലാരോപണം വീണ്ടും ആവർത്തിച്ചു. പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അദ്ദേഹത്തിന്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയാ, അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. ജയിച്ചു വന്നത് RSSനോട് പഞ്ചനോട് കൂടിയല്ലേ. മനസ്സിലായി, ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. പാലക്കാട് ഉൾപ്പെടെ തൃശൂർ മോഡൽ കൂട്ടുകെട്ടെന്ന ആരോപണവുമായി ലീഗ് നേതാക്കളും ഇന്ന് രംഗത്തെത്തി. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് സർവ്വസാധാരണയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.